Hi everyone, welcome back to myclass.com. നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷനും ബിറ്റ്വൈസ് ഓപ്പറേഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ഓപ്പറേഷൻസ് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. അതിലപ്പോൾ റിലേഷണൽ വരും, ബൂളിയൻ ലോജിക്കൽ വരും, അസൈൻമെന്റ് ആൻഡ് ദ question mark. That means that first ഒരു ternary operator ആണത്. ഓക്കെ, ആ ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം നമുക്ക്. So let's start. Okay. So first one is relational operators. Relational operators എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി നമ്മുടെ ഒരു റിലേഷൻ നോക്കുകയാണ്. രണ്ട് വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ റിലേഷൻ എങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ ആണോ ഈക്വൽ, അങ്ങനെയുള്ള റിലേഷൻ നോക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈക്വൽ ടു വരും അല്ലേ. ഈക്വൽ ടു അഥവാ രണ്ട് വാല്യൂ ഈക്വൽ ആണോ നോക്കണം. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഈ ഒരു സൈൻ ആണ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അത്രയാണ് നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരിക. So relational operators determines that relationship that one operand has to the another. Okay, equality ആണോ അല്ലെങ്കിൽ അതിന്റെ ഏത് ഓർഡറിലാണ് എന്നാണ് അതിന്റെ ഔട്ട്കം വരിക. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തിലാണ് വരിക, ബൂളിയൻ വാല്യൂ ആണ്, ട്രൂ ഓർ ഫോൾസ്. നമ്മൾ കൊടുത്തത് ട്രൂ ആണോ ഫോൾസ് ആണോ, നമ്മൾ എന്താണോ കണ്ടീഷൻ കൊടുത്തത്, എന്ത് റിലേഷൻ ആണോ അത് ട്രൂ ആണോ ഫോൾസ് ആണോ, അതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ വാല്യൂ ഔട്ട്കം എപ്പോഴും എന്തായിരിക്കും, ബൂളിയൻ വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇന്റ് എ ഈക്വൽ ടു 4, ഇന്റ് ബി ഈക്വൽ ടു 1, ടു ഇൻറ്റിജർ വേരിയബിൾസ്. എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എ ലെസ് ദാൻ ബി ആണോ. എ ലെസ് ദാൻ ബി ആണെങ്കിൽ അത് നമ്മളൊരു ബൂളിയൻ സീലോട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ റിസൾട്ട് സേവ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എ ലെസ് ദാൻ ബി ആണെന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എ 4 ആണ്, ബി 1 ആണ്, എ ലെസ് ദാൻ ബി അല്ല അല്ലെ, എ ഇസ് നോട്ട് ലെസ് ദാൻ ബി. അപ്പൊ അതിന്റെ അർത്ഥം ഇതിന്റെ റിസൾട്ട്, ഈ റിലേഷണൽ ഓപ്പറേറ്ററിന്റെ റിസൾട്ട് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും, ഫോൾസ്. അപ്പൊ സിയുടെ വാല്യൂ എന്തായിട്ടുണ്ടാവും, സി ഈക്വൽ ടു ഫോൾസ് എന്ന് അവിടെ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, കണ്ടോ, ബൂളിയനിലേക്കാണ് അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുക. അതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ, നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കോഡ് എഴുതേണ്ടി വരും. അപ്പോഴൊക്കെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക ഇൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇനി നമുക്ക് അത് പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ വളരെയധികം രീതിയിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഷോൺ ഹിയർ ഓപ്പറേറ്റ് ഓൺലി ഓൺ ബൂളിയൻ ഓപ്പറൻഡ്സ്. നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു അല്ലെ, ബിറ്റ്വൈസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ദാറ്റ് മീൻസ് 0 and 1ന്റെ മേലിൽ എന്തൊക്കെ ലോജിക്കൽ ഓപ്പറേഷൻസ് നടത്താം, അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇൻ ദ പ്രീവിയസ് വീഡിയോ. അതുപോലെ ബൂളിയനിലും ആ സെയിം ഓപ്പറേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. 2 ബൂളിയൻ വാല്യൂസ് വെച്ചിട്ട് നമുക്കൊരു റിസൾട്ടന്റ് ബൂളിയൻ വാല്യൂ കിട്ടും. നമുക്ക് തന്നെ അറിയാം, ആക്ച്വലി 0 and 1 മീനിങ് ഇസ് ട്രൂ ആൻഡ് ഫോൾസ് ആണ് അല്ലേ, യെസ് ഓർ നോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ്. അതാണ് ശരിക്കും ഈ 0 and 1ന്റെ ബൈനറി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് അല്ലെ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം മീൻ ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഒരു ലോജിക്കലി നമുക്ക് ഈ ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും നമുക്ക് പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ലോജിക്കൽ ആൻഡ് ചെയ്യാം, ലോജിക്കൽ ഓർ ചെയ്യാം, ലോജിക്കൽ എക്സോർ ചെയ്യാം, പിന്നെ ഷോർട്ട് സർക്യൂട്ട് ഓർ ആൻഡ് ഷോർട്ട്, അതൊന്നും അധികം വല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ലോജിക്കൽ യൂണറി നോട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ എല്ലാം അസൈൻമെന്റ് ഓപ്പറേഷൻസും പോസിബിൾ ആണ്. കോമ്പൗണ്ട് ആയിട്ട് ഇക്വാലിറ്റി വെച്ചിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് 0 and 1 വെച്ചിട്ട് ആ ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ടേബിൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ ഫോൾസ്, ബൂളിയൻ വാല്യൂ മീൻസ് ട്രൂ ഓർ ഫോൾസ് ആണല്ലോ അല്ലെ. എയുടെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ ബിയുടെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ എ ഓർ ബി ഫോൾസ് ആയിരിക്കും, എ ആൻഡ് ബിയും ഫോൾസ് ആയിരിക്കും, എ എക്സ് ഓർ ബിയും ഫോൾസ് ആയിരിക്കും, നോട്ട് എ ട്രൂ ആയിരിക്കും അല്ലെ. അഥവാ നമുക്കറിയാലോ അല്ലെ, 0 0 ആവുമ്പോൾ എന്താണ്, ഓറും 0 ആയിരിക്കും, ആൻഡും 0 ആയിരിക്കും, എക്സോറും 0 ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ്, എയുടെ ഓപ്പോസിറ്റ്, എയുടെ നോട്ട് എന്താണ്, ട്രൂ ആണ്. ഇനിയിപ്പോ ട്രൂ ഫോൾസ് ആണെങ്കിൽ എ ഓർ ബി ട്രൂ ആയിരിക്കും, കാരണം എനിവൺ ഇസ് ട്രൂ ദെൻ എ ഓർ ബി ഇസ് ട്രൂ. ഇനി എ ആൻഡ് ബി അപ്പോഴും ഫോൾസ് ആയിരിക്കും, എ എക്സോർ ട്രൂ ആയിരിക്കും, കാരണം ഡിഫറെന്റ് വാല്യൂ വരുമ്പോൾ
ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇതിൻ്റെ ഓപ്പറേഷൻ ഫോൾസ്. അപ്പം അതിൻ്റെ നേരെ തിരിച്ച് ഫോൾസ് ട്രൂ ആണെങ്കിൽ എ ഫോൾസും ബി ട്രൂ ആണെങ്കിൽ എ ഓർ ബി ട്രൂ ആണ്, എ ആൻഡ് ബി ഫോൾസ് ആണ്, എക്സ് ഓർ ബി ട്രൂ ആണ്, നോട്ട് എ ട്രൂ ആണ്. ഈ ട്രൂ ആണെങ്കിൽ എല്ലാം ട്രൂ ആണ്, ഓൺലി ഇത് രണ്ടും ട്രൂ ആണ്, എ എക്സ് ഓർ ബി ഫോൾസ് ആണ്, അതുപോലെ ട്രൂയുടെ നേരെ ഓപ്പോസിറ്റ് ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ബൂളിയൻ ലോജിക്കൽ ഓപ്പറേഷൻ. ജസ്റ്റ് ലൈക്ക് ബിറ്റ്വൈസ് ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. അവിടെ 0 1ന്റെ സ്ഥാനത്ത് 0യുടെ സ്ഥാനത്ത് ഫോൾസും 1ന്റെ സ്ഥാനത്ത് ട്രൂ ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്, നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്ത അതേപോലെയുള്ള എക്സാമ്പിൾ ആണ്. എയുടെ വാല്യൂ എ ട്രൂവും ബി ഫോൾസും ആക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഓർ ബി എന്താണ്, സി എന്തായിരിക്കും, ട്രൂ ആയിരിക്കും അല്ലെ. എ ട്രൂവും ബി ഫോൾസ് ആകുമ്പോൾ എ ഓർ ബി ട്രൂ ആയിരിക്കും, എ ആൻഡ് ബി ഫോൾസ് ആയിരിക്കും, എ എക്സ് ഓർ ബി ട്രൂ ആയിരിക്കും. കാരണം ഡിഫറെന്റ് ആണെങ്കിൽ ട്രൂ റിസൾട്ട് ആണ് എക്സ് ഓർ തരുന്നത്. ഇനി എ ആൻഡ് ബിയും, എ ആൻഡ് ബി ഇവിടെ എന്താ ഫോൾസ് ആണ്, എ നോട്ട് ബി വെച്ചിട്ട് ബി, അപ്പൊ എ നോട്ട് ബി എന്ന് പറയുമ്പോൾ എന്താണ്, നോട്ട് ബി എന്താണ് ഇവിടെ, ഇപ്പൊ ബി ഫോൾസ് ആണെങ്കിൽ നോട്ട് ബി എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പൊ ഇവിടെ എ ആൻഡ് ബി എന്താണ്, ഫോൾസ് ആണ്. ഫോൾസ് ഓർ ട്രൂ, ഫോൾസ് ഓർ ട്രൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ഓർ ഓപ്പറേഷൻ നമുക്ക് എന്താ തരുന്നത്, ട്രൂ റിസൾട്ട് ആണ് തരുന്നത്. നോട്ട് എ ട്രൂ ആണെങ്കിൽ നോട്ട് എ ഫോൾസ് ആയിരിക്കും. ജസ്റ്റ് ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് നെറ്റ് ബീൻസിലോ നോട്ട് പാഡ് വെച്ചിട്ട് കമാൻഡ് പ്രോംപ്റ്റിലോ റൺ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യാം, മാക്സിമം അത് റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക ടൈപ്പ് ചെയ്തിട്ട്. അപ്പം അതെന്താ വെച്ചാൽ നമ്മൾ തനിയെ അതിൻ്റെ ഓപ്പറേഷൻ പഠിക്കും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനാണെങ്കിലും നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. അല്ലാതെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഒരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കത് ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ വരും. ഓക്കെ, നെക്സ്റ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതൊക്കെ വളരെ ചെറിയ ചെറിയ പോയിന്റ്സുകളാണ്, അതാണ് പെട്ടെന്ന് പറയുന്നത്. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒക്കെ യൂസ് ചെയ്തു, പക്ഷെ നമ്മൾ ഇപ്പോഴാണ് അതിന്റെ പേര് പറയുന്നതെന്നേ ഉള്ളൂ. അസൈൻമെന്റ് ഈക്വാലിറ്റി, ഈക്വൽസ് അല്ലേ. അപ്പൊ നമ്മൾ എ ഈക്വൽ ടു സി പ്ലസ് ബി എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. സി പ്ലസ് ബി ചെയ്തിട്ട് അതിനെ നമ്മൾ എയിലോട്ട് അസൈൻ ചെയ്യുന്ന ഓപ്പറേഷനാണ് ഈക്വാലിറ്റി കൊണ്ട്, ഈക്വൽ സൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അത് ഇൻഡ് എക്സ് വൈ സെഡ് ഉണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ സി 100ന്റെ വാല്യൂ സെഡിലേക്കും വൈയിലേക്കും എക്സിലേക്കും നമ്മൾ സേവ് ചെയ്യാണ്, സെറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അതിന്റെ സൈൻ എന്താണ്, നമ്മുടെ ഈക്വൽ ടു സൈൻ ആണ്. ഓക്കെ, ഇനി ഇതൊരു ഒന്ന് ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഇതൊരു ജാവ ഇൻക്ലൂഡ്സ് എ സ്പെഷ്യൽ ടെർണറി ഓപ്പറേറ്റർ, അഥവാ 3 വാല്യൂ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. 3 എണ്ണം ഉണ്ടായിരിക്കും, 3 സൈഡ് ഉണ്ടായിരിക്കും അതിന്. ഒന്നുണ്ടെങ്കിൽ നമ്മൾ യൂണറി പറയും, 2 ഓപ്പറാൻസ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ 2 രീതിയിലാണ് അത് ബൈനറി പറയും. അതിന് അനദർ വേ 3-way ഓപ്പറേറ്റർ ആണ്. ദാറ്റ് ക്യാൻ ബി റീപ്ലേസ് സർട്ടൺ ടൈപ്സ് ഓഫ് ഇഫ് ദെൻ എൽസ് സ്റ്റേറ്റ്മെന്റ്. നമ്മളൊരു കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് ട്രൂ ഇതാണെങ്കിൽ ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അതല്ലെങ്കിൽ അങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്ററിന്റെ സൈൻ ഇക്വാലിറ്റി ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. അപ്പോൾ എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 പിന്നെ കോളൻ, എക്സ്പ്രഷൻ 3. അപ്പൊ അതിന്റെ അർത്ഥം എക്സ്പ്രഷൻ 1 ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, ഇനി അല്ല ഫോൾസ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അങ്ങനെ അതിനെ നമ്മൾ ബ്രാഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ അങ്ങോട്ട് പോകും, ഫോൾസ് ആണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, റേഷ്യോ ഈക്വൽ ടു എം ഈക്വൽ ടു 0 ആണ്. അപ്പൊ 0 ആണെങ്കിൽ അത് 0 ആയിട്ട് സെറ്റ് ചെയ്യാനാ പറയണത്. കണ്ടോ, ഇത് ഓക്കെ ആണ്. ചിലപ്പോൾ 0 ആണെന്നില്ലല്ലോ, നമ്മൾ ഇതിന്റെ മുന്നേ റേഷ്യോയും ഡിനോമിനേറ്ററും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് 0 ആണെങ്കിൽ നമ്മൾ എന്താ ഈ 0ലോട്ട് സെറ്റ് ആക്കുന്ന പറഞ്ഞത്. അപ്പൊ ഈ 0 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ റേഷ്യോ 0 ആയിട്ട് മാറും. എന്തിലേക്കാണ് ഫസ്റ്റ് അസൈൻ ചെയ്തത്, ആ റേഷ്യോയിലേക്ക് 0 എന്ത് ചെയ്യും, ഇതാവും. ഇനി അല്ല ഇത് ഈക്വൽ ടു 0 അല്ല, നമ്മൾ മുന്നേ ചെയ്ത കോഡ് അനുസരിച്ച് ഈക്വൽ ടു ഇത് രണ്ടും ഈക്വൽ ടു 0 അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ റിസൾട്ട് റേഷ്യോയിലോട്ട് സേവ് ആവും. അതാണ് ഈ ഒരു ഓപ്പറേഷൻ പറയുന്നത്. സി ഇത് ഓക്കെ ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ആവും. അപ്പൊ ഇത് വർക്ക് ആവുന്ന പറഞ്ഞാൽ ജസ്റ്റ് 0 മീൻസ് ഈ 0 ഈ റേഷ്യോയിലോട്ട് അസൈൻ ചെയ്യാണ് ചെയ്യണത്. ഫസ്റ്റ് കാണുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാണ്, ഓപ്പറൻഡിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇനി അല്ല ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് റേഷ്യോയിലേക്ക് അസൈൻ ചെയ്യുമെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. ഓക്കെ, അസൈൻമെന്റും നമ്മുടെ ടെർണറി ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്പറേറ്ററും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇതൊക്കെ അധികം ഇഫ് ദെൻ ആ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുക. നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഇനി പറയുമ്പോൾ ഇതൊക്കെ അവിടെ നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി സിമ്പിളായിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഐയും കെയും ഡിക്ലെയർ ചെയ്തു. ഐയുടെ വാല്യൂ 10 ആക്കിയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഐ എന്താണ് അപ്പം ഇവിടെ 10 ആണ്. ഓക്കെ, ഐയുടെ വാല്യൂ 10 ആണ്. നമ്മൾ ചെയ്യുന്നത് കെ ഈക്വൽ ടു ഐ ലെസ് ദാൻ 0. കെ ഈക്വൽ ടു ഐ ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് ഐ എന്ന് പറയൂ, അല്ലെങ്കിൽ ഐ എന്ന് പറയൂ എന്ന് പറഞ്ഞാൽ ഐ എന്നുള്ള വാല്യൂ മൈനസ് ഐ കെയിലോട്ട് സെറ്റ് ആക്കും, അല്ലെങ്കിൽ ഐ കെയിലോട്ട് സെറ്റ് ആക്കും എന്നാണ് ഇതിന്റെ മീനിങ്. കെ ഈക്വൽ ടു ഐ ലെസ് ദാൻ 0. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഐ 10 ആണ് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 10 is ലെസ് ദാൻ 0 ആണോ? 10 ലെസ് ദാൻ 0 അല്ല. അപ്പൊ ഇത് ചെയ്ത് നോക്കും. ലെസ് ദാൻ 0 അല്ലെങ്കിൽ ഇതാണ് ട്രൂ പാർട്ട്, ഇത് ഫോൾസ് പാർട്ടാണ്. അപ്പൊ ഇത് ഫോൾസ് പാർട്ടിലേക്ക് വർക്ക് ആവും. ഐ എന്നുള്ളത് കെയിലോട്ട് സേവ് ആവും. അപ്പം ഇവിടെ കെയുടെ വാല്യൂ ഇപ്പോൾ കെക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. കെയിലോട്ട് അപ്പൊ എന്താ സേവ് ആവുക? ഐയുടെ വാല്യൂ എന്താണ്? 10. ഓക്കെ, അപ്പൊ നമ്മൾ അതൊന്ന് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഈസ് കെ എന്നുള്ളത് 10 ഈസ് 10 ആവും. ഐയും 10 ആണ്, കെയും 10 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഐ ഈക്വൽ ടു -10 കൊടുത്തു. -10 കൊടുത്തിട്ട് ഐ ലെസ് ദാൻ 0 ആണോ എന്ന് ചോദിച്ചു. യെസ്, -10 ഇസ് ലെസ് ദാൻ 0 അല്ലെ. അപ്പോൾ ഈ ട്രൂ ബ്ലോക്ക് വർക്ക് ചെയ്യും. ട്രൂ ബ്ലോക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് ഐ എന്ന് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ അർത്ഥം മൈനസ് ഐ, ദാറ്റ് മീൻസ് മൈനസ് ഓഫ് -10. ദ റിസൾട്ട് ഈസ് 10 ഇസ് സേവിങ് ഇൻ ടു കെ. അപ്പൊ കെയിലോട്ട് -10 സെറ്റ് ആവും. ഐയും -10 ഓൾറെഡി സെറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഐ ഇസ് കെ എന്നുള്ള റിസൾട്ടിൽ നമ്മുടെ -10 ഇസ് എന്താണ്? കെ എന്തായിട്ടുണ്ടായിരിക്കും? ഐ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ മൈനസ് ഐ, അപ്പോൾ മൈനസ് ഓഫ് മൈനസ് ഐ അപ്പൊ എന്താണ്? +10 തന്നെ ആയിട്ട് ഇവിടെ സേവ് ആവും. ഓക്കെ ഓക്കെ, മൈനസ് അല്ല കേട്ടോ, പ്ലസ്. അഥവാ ഐയുടെ വാല്യൂ -10 ആണ്, അതിനെ തന്നെ മൈനസ് ചെയ്തിട്ട് കെയിലോട്ട് കൊടുക്കും എന്നാണ് നമ്മൾ ട്രൂ ബ്ലോക്കിൽ പറയുന്നത്. അപ്പൊ മൈനസ് ഓഫ് -10 എത്രയാണ്? 10 ആണ്. +10 ആണ്, അത് കെയിലേക്ക് മാറും. അപ്പോൾ 10 ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ 10 സേവ് പ്രിന്റ് ചെയ്യും. ഇത് വർക്കുമ്പോൾ -10 പ്രിന്റ് ചെയ്യും. അബ്സല്യൂട്ട് വാല്യൂ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണത്. ക്ലിയർ അല്ലേ? നമ്മൾ ചെയ്യുന്നത് ഇതാണ്. അതിന്റെ ഒരു എക്സ്പ്രഷൻ 1. ഈ എക്സ്പ്രഷൻ 1 വർക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ വർക്ക് ആവും, എന്നിട്ട് അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ വർക്ക് ആവും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, ഈ ഒരു ഓപ്പറേഷൻസിൽ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓപ്പറേഷണൽ പ്രിസിഡൻസ് ഒന്ന് നോക്കാം. നമ്മൾ കുറേ ഓപ്പറേഷൻസ് ഇപ്പോൾ പഠിച്ചു അല്ലെ. അരിത്തമെറ്റിക് പഠിച്ചു, ബിറ്റ്വൈസ് പഠിച്ചു, റിലേഷണൽ പഠിച്ചു, നമ്മുടെ ബൂളിയൻ ലോജിക്കൽ ഓപ്പറേഷൻസ് പഠിച്ചു, ഇപ്പോൾ ടെർണറി നോക്കി, അസൈൻമെന്റ് എല്ലാം. അപ്പൊ നമുക്കൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ അത് ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതാണ് ഹയസ്റ്റ് പ്രിസിഡൻസിൽ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോർമൽ ഒരു മാത്തമെറ്റിക്കൽ കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ A+B ഡിവൈഡഡ് ബൈ C എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മാത്തമെറ്റിക്കലി നമ്മൾ എന്താ ചെയ്യുക? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം ചെയ്യണം എന്നല്ലേ. അപ്പൊ അതുപോലെ ഈ ഇങ്ങനത്തെ ബ്രാക്കറ്റ് കാണുകയാണെങ്കിൽ അതിനാണെങ്കിൽ ഹയസ്റ്റ് പ്രിസിഡൻസ് വരുന്നത്. പിന്നെ വരുന്നത് ഈ നമ്മുടെ എന്താണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റിലാണ് അടുത്ത പ്രിസിഡൻസ് വരിക. പിന്നെ ഈ നോട്ട് നെഗേഷൻ ചെയ്യുന്നതിനാണ്. ഇതൊക്കെ ലോജിക്കലി ഓപ്പറേഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന പ്രിസിഡൻസ് വരുന്നത് ഇതാണ് കേട്ടോ, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ആണ്, നോർമൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അല്ല. പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇതിനൊക്കെ ഒരു പ്രിസിഡൻസ് ആണ്. പിന്നെയാണ് പ്ലസ് ആൻഡ് മൈനസ് വരുന്നത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഷിഫ്റ്റ്, പിന്നെ റൈറ്റ് ഷിഫ്റ്റ്, നമ്മുടെ ഒരു അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, കുറച്ച് നമ്മൾ നോക്കിയിട്ടില്ല, നമുക്ക് അങ്ങോട്ട് നോക്കാം ഇനി. അതുപോലെ ലെഫ്റ്റ് ഷിഫ്റ്റ്, പിന്നെ നമ്മുടെ റിലേഷണൽ സംഭവങ്ങൾ, ഗ്രേറ്റർ ദാൻ ഓർ ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു ഒക്കെ ഒരേ പ്രസിഡൻസ് ആണ്. ഇതെല്ലാം ഒരു പ്രസിഡൻസ് ആണ്. ഇതൊക്കെ ഇപ്പോൾ വരികയാണെങ്കിൽ, ഇതിപ്പോൾ 3 ഒരു സ്റ്റേറ്റ്മെന്റിൽ വരികയാണെങ്കിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാം. പിന്നെ ഈക്വാലിറ്റിയും നോട്ട് ഈക്വൽ ടു ആണ് ഈക്വൽ ടു ചെക്ക് ചെയ്യുന്നത് അതിന്റെ താഴെയാണ്. പിന്നെയാണ് നമ്മുടെ ലോജിക്കലിൻ്റെത് വരുന്നത്, എക്സോർ, ഓർ, പിന്നെ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് അതുണ്ട്. പിന്നെയാണ് നമ്മുടെ ടേൺ ഈ ഒരു ഓപ്പറേഷൻ വരുന്നത്. പിന്നെയാണ് നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേഷൻ വരുന്നത്. ഒക്കെ ചെയ്തിട്ടില്ലേ നമ്മൾ ആ വാല്യൂലോട്ടൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഓപ്പറേറ്റർ പ്രിസിഡൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്കിപ്പോൾ മാത്തമെറ്റിക്കലി ഇപ്പോൾ ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലേ. ഇപ്പോൾ റേ പ്ലസും സ്റ്റാറും
ഡിവിഷനും ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്കറിയാം ആദ്യം ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ അതാ ചെയ്യേണ്ടത്, പിന്നെ അഡീഷൻ ചെയ്യണമല്ല, ബ്രാക്കറ്റിലാണെങ്കിൽ അത് ആദ്യം ചെയ്യണം, എക്സ്പോണൻഷ്യൽ ആദ്യം ചെയ്യണം എന്നറിയാം. അതേ കേസ് തന്നെയാണ് ആ ലോജിക്കലി കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഒക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കണം. നമ്മളുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്റെ പ്രസിഡൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലെഫ്റ്റ് ഷിഫ്റ്റിന്റെ റൈറ്റ് ഷിഫ്റ്റിന്റെയും കാര്യം വരുന്നത്. പിന്നെയാണ് നമ്മുടെ റിലേഷൻ വരുന്നത്. ഇതൊക്കെ റിലേഷനാണ്. റിലേഷന്റെ പിന്നെയാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് വരുന്നത്. പിന്നെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ടേണറി വരുന്നത്. ദെൻ ഓൺലി ആഫ്റ്റർ ദാറ്റ് ദ അസൈൻമെന്റ് ഓപ്പറേഷൻസ്. ആ ഒരു ഓപ്പറേഷൻസ് അതേ ഓർഡറിലാണ്. ബ്രാക്കറ്റ്, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, ദെൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഓർത്ത് വെക്കുക. നമുക്കറിയാലോ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണ് അടുത്തത് വരുന്നത്. ഒന്ന് പറയുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് വരുന്നത് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ആണ്. പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൽ അത് പിന്നെ ആ ഓർഡർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റിന്റെ ആ ഒരു സംഭവം. ദെൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ദെൻ നമ്മുടെ ലോജിക്കൽ ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ദെൻ ടേണറി ഓപ്പറേഷൻസ്, ദെൻ ഓൺലി ദ അസൈൻമെന്റ് ഓപ്പറേഷൻസ്. ഓക്കെ, ആ ഒരു ഓപ്പറേഷൻസിന്റെ പേര് ഓർത്ത് ആ ഒരു ഓർഡറിൽ പഠിച്ചാലും മതി. ഓക്കെ, അപ്പം നമ്മൾ ഇതോടെ നമ്മുടെ ഓപ്പറേറ്റേഴ്സിന്റെ വീഡിയോ കഴിഞ്ഞു. നമ്മൾ 3 വീഡിയോയിലായിട്ടാണ് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, സെക്കൻഡ് വൺ ഇസ് ബിറ്റ്വൈസ് ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, തേർഡ് വൺ ഇസ് ബാക്കിയുള്ള റിമൈനിങ് ഓപ്പറേഷൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഓർഡർ തന്നെ നോക്കുക. പിന്നെ 3 വീഡിയോസ്. Any doubt you can ask. Okay, thank you.